ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. നമ്മുടെ ഐഫോൺ 13 ഒരു ഡോക്ടർ ഒരു ഐഫോൺ 13 വാങ്ങിച്ചിട്ട് 3 മാസം ആകുമ്പോഴേക്കും കംപ്ലൈൻ്റ് ആയിട്ടും ബൾജ് ആവണമെന്നൊക്കെ ആയിട്ടും അവർ സർവീസ് സെൻ്ററിൽ പോയിട്ട് ക്യാഷ് കൊടുക്കാനൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഐഫോണിൻ്റെ സർവീസ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് സർവീസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് നമ്മുടെ ടിം കുക്ക് വന്നതിന് ശേഷം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റ് സർവീസ് ഐഫോൺസിന് ആകെ 2-3 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. ആകെ മുംബൈയിലും ഡൽഹിയിലും. എന്ന് വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റോർ തുറന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സർവീസ് കിട്ടും. അവിടെ ഞാൻ ആക്ച്വലി നമ്മുടെ മുംബൈയിലത്തെ സ്റ്റോറിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല സർവീസ് ആക്കിയിട്ടുള്ള സർവീസ് നമുക്ക് പുതിയ ഫോൺസുകളും ഒക്കെ തരും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഫോൺ തൽക്കാലം സെക്കൻഡറി ഇല്ലെങ്കിൽ നല്ല വേറൊരു സെക്കൻഡറി ഫോൺ തരും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ കുറേ ഏജൻസികളാണ്. അതായത് ഇപ്പോൾ ഐകെയർ, പിന്നെന്താ ഇമാജിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ അവരെ കുറ്റം പറഞ്ഞ പോലെ അവരെ ഏജൻസികളാണല്ലോ. അപ്പോൾ അവരെ മിക്കവാറും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെയും അത്യാവശ്യം സപ്പോർട്ട് കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആക്ച്വലി ഐഫോൺ 13 നമ്മുടെ ഇതുപോലെ തന്നെ ഇമാജിൻ്റെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ഇവരാകെയും വെറുതെ ചുറ്റിക്കളിക്കും, അത് വേറെ കാര്യം. ലാസ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ പരിപാടി എടുത്തപ്പോൾ അവർ ആക്ച്വലി നമുക്ക് അതിൻ്റെ അത് റീസെൽ വാല്യൂ തോന്നുന്നു. വേറെ ഒരു ഐഫോൺ 13 ഞാൻ 15 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വാങ്ങിക്കാത്ത ഇപ്പോൾ ഓൺലൈനൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയി നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 പൈസയ്ക്ക് അവർ തിരിഞ്ഞു പോകുന്നില്ല. അത് ഇമാജിൻ്റെ മാത്രമല്ല, ഇതുപോലത്തെ എല്ലാ നമ്മുടെ ഹോൾ ഇന്ത്യ നമ്മുടെ ഐഫോൺസിന് സർവീസ് പത്തറ്റിക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് സർവീസ് ഇല്ലാത്തതുകൊണ്ടൊരു പ്രോബ്ലമാണത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന് ഏറ്റവും കൂടുതൽ സെയിൽസ് ഒക്കെ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. എന്നിട്ട് പോലും അവർ ഇവിടെ തുടങ്ങുന്നില്ല. ആകെ 2 ഇനിയിപ്പോൾ ബാംഗ്ലൂരും സംഭവമൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്ര കാലം ഇതിപ്പോൾ ഒരു സ്റ്റോർ തുടങ്ങാൻ ഇത്ര വലിയ സംഭവമൊന്നുമില്ലല്ലോ. അതും ഇത്രയും സെയിൽസ് കിട്ടുന്ന ഒരു രാജ്യത്തിൽ ഇത്രയും മിനിമൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ അവർക്ക് സെയിൽസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പ്രത്യേകിച്ച് ടിം കുക്ക് വന്നതിന് ശേഷം. ഇനിയിപ്പോൾ അയാൾ മാറാൻ പോവാണ്. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഐഫോൺസൊക്കെ വാങ്ങിക്കുവർ, പ്രത്യേകിച്ച് EMIയിലും അതുപോലെ തന്നെ ഉള്ള ക്യാഷൊക്കെ കൊടുത്തിട്ട് ഐഫോൺ വാങ്ങിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത്രയും സാധനം വാങ്ങിച്ചാൽ മതിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല സാധനത്തിന്, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. അതുപോലെ തന്നെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കാം കേട്ടോ.